ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ട്യൂട്ടർ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് എക്സാമിനെ കുറിച്ചിട്ടായിരിക്കും. അതിലുള്ള ടോപ്പിക്സ് ആയിരിക്കും. സൈക്കോളജിയാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് വെച്ചിട്ടായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടാവുക, വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് എൻ്റെ നോട്ട്സ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ പല ടീച്ചേഴ്സിൻ്റെ ക്ലാസ് കേട്ട് പല ബുക്സ് റെഫർ ചെയ്തിട്ടൊക്കെയാണ് ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഈ നോട്ട്സ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ സെറ്റ് ഒക്കെ പഠിച്ചത്. കേട്ടിട്ടാണെങ്കിലും കാറ്റഗറി 3 ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്വാളിഫൈ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സെറ്റും ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും ഞാൻ അഡ്മിഷൻ എടുത്തിട്ടില്ല. അതായത് അങ്ങനെ ക്യാഷ് കൊടുത്ത് നമ്മൾ അഡ്മിഷൻ എടുത്ത് അങ്ങനെ ഒരു കോച്ചിങ്ങിന് പോയിട്ടൊന്നുമല്ല എക്സാം ക്വാളിഫൈ ആയത്. ഇതുപോലെ പല ക്ലാസ്സുകൾ കണ്ട് ബുക്സ് റെഫർ ചെയ്ത് അങ്ങനെ സിലബസ് നോക്കി സ്വന്തമായി നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ്. മെയിനായിട്ട് കറണ്ട് അഫയേഴ്സ് നമുക്ക് പല സോഴ്സുകളിൽ നിന്ന് കിട്ടും. പക്ഷേ സൈക്കോളജി അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് ഇപ്പോൾ സുവോളജി ആണെങ്കിലും നമുക്ക് സിലബസ് ബേസ് ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി നോട്ട്സ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. ഒരാൾക്കും കൂടെ ഉപകാരപ്പെടുകയാണെങ്കിൽ അത് നല്ലതല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്നും അതുപോലെ ഇത് ക്ലാസ് റെക്കോർഡ് ചെയ്ത് വീഡിയോസായിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സൈക്കോളജി ക്ലാസ് ആയിരിക്കും ആദ്യം അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ മെയിൻ സബ്ജക്റ്റായിട്ടുള്ള സുവോളജി ഉണ്ടാവുക. കറണ്ട് അഫയേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം. എങ്കിൽ കൂടെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് സോഴ്സുകളിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരുവിധം എല്ലാവർക്കും സെറ്റ് എക്സാമിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നതാണ്. പിന്നെ നമുക്ക് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് സിലബസ് നോക്കുക, അതിനനുസരിച്ച് പഠിക്കുക. സോ ഞാൻ നോട്ട്സൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സ് ബേസ് ചെയ്തിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ശരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് നിങ്ങൾ ശരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് വെറുതെ വീഡിയോ കണ്ടിട്ട് നമ്മൾ കാര്യമില്ല. കാരണം നമുക്ക് എക്സാമിന് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മുന്നേ പഠിച്ചതായിരിക്കും, പക്ഷെ നമുക്ക് പെട്ടെന്ന് ആ സമയത്ത് ഓർമ്മ വന്നില്ലെങ്കിൽ ഒന്ന് മറിച്ച് നോക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ നോട്ട്സ് വേണം. അപ്പോൾ ക്ലാസ് കേൾക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ട്സ് എഴുതാം, അല്ലെങ്കിൽ ക്ലാസ് ആദ്യം കേട്ടിട്ട് പിന്നെ നോട്ട് എഴുതാം. ഓരോരുത്തരും ഓരോ ലേണിംഗ് സ്ട്രാറ്റജീസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ചിലരാണെങ്കിൽ ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ നോട്ട്സ് എഴുതാറുണ്ട്. ചില ആളുകളാണെങ്കിൽ ക്ലാസ് കേട്ട് കഴിഞ്ഞ് ലാസ്റ്റ് ആ ക്ലാസ്സിൽ കേട്ടത് എന്തൊക്കെയാണെന്നുള്ളത് അങ്ങനെ ഒരു നോട്ടായിട്ട് തയ്യാറാക്കുക ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരു നോട്ട് നിങ്ങൾ കയ്യിൽ വെക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് കളർ പെൻസൊക്കെ യൂസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ എഴുതുമ്പോൾ അതൊക്കെ പെട്ടെന്ന് നമുക്ക് നോട്ട് മറിച്ച് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് വരും. അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾ ക്ലാസ് നമ്മൾ എഴുതുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഹെൽപ്ഫുൾ ആവുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പിന്നെ ആ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ മറിച്ച് വെക്കുമ്പോൾ അതൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നും. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ആ നോട്ടിൽ എഴുതിയിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഷുവറായിട്ട് പറയുന്നത്. നമ്മൾ ആ നോട്ടിൽ എഴുതിയ അതേ ക്വസ്റ്റ്യൻസ്, കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സൈക്കോളജിയിലൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കുറച്ച് മാർക്സൊക്കെ സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷേ സൈക്കോളജി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം അതൊരു വേറെ തന്നെയാണ്. സോ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്, നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം, അത് വളരെ ഉപകാരമാവും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ കുറച്ച് നോട്ട്സ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്